ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമിയുടെ കഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോകുന്നത്. ഭഗവാന്റെ എല്ലാ ലീലകളും കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു അമ്മയാണ് യശോദാമ്മ. പക്ഷേ ഇവിടെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത മറ്റൊരു അമ്മയും കൂടി ഉണ്ട്, നമ്മുടെ ദേവകി അമ്മ. ഭഗവാന് ജന്മം നൽകാൻ സാധിച്ചിട്ട് പോലും ഭഗവാന്റെ ലീലാവിലാസങ്ങളും ഭഗവാന്റെ ചെറിയ ചെറിയ കുസൃതികളും അത്ഭുതങ്ങളും ഒന്നും കാണാൻ സാധിക്കാത്ത ഒരു അമ്മയാണ് ദേവകി അമ്മ. തൻ്റെ 7 കുഞ്ഞുങ്ങളുടെയും മരണം കൺമുന്നിൽ വെച്ച് കാണേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായ അമ്മയാണ് ദേവകി അമ്മ. അങ്ങനെ തൻ്റെ മകന്റെ വരവിനായി കാരാഗ്രഹത്തിൽ കാലങ്ങളോളം ദേവകി അമ്മ ഭഗവാനെയും ഭജിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ദേവകി അമ്മ പൂജിച്ചിരുന്ന ആ വിഗ്രഹമാണ് ഇന്ന് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. നമുക്കൊക്കെ കിട്ടുന്ന ആ ദർശന ഭാഗ്യം കിട്ടുന്ന ആ വിഗ്രഹം എന്ന് പറയുന്നത് പണ്ട് ദേവകി അമ്മ തൻ്റെ മകനെ വിചാരിച്ച് പൂജിച്ചിരുന്ന വിഗ്രഹമാണ് അത്. അപ്പോ അധർമ്മിയായ കംസനെ വധിച്ച് തൻ്റെ അച്ഛനെയും അമ്മയും ഭഗവാൻ രക്ഷിച്ച് മോചിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷേ ദേവകി അമ്മയ്ക്ക് എപ്പോഴും ഒരു സങ്കടമുണ്ട്. അതായത് ഭഗവാനെ ജന്മം നൽകാൻ സാധിച്ചിട്ട് പോലും ഭഗവാന്റെ ബാല്യകാല ലീലകള് കാണാനായിട്ട് സാധിച്ചിട്ടില്ല, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. ആ അനുഭവ ഭാഗ്യം ലഭിച്ചത് യശോദാമ്മയ്ക്കാണ്. അപ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയല്ലേ, ചെറിയ കുസൃതിയൊക്കെ കാണിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അവർ കാണിക്കുന്ന കുസൃതി ആണെങ്കിൽ പോലും നമ്മളത് വലിയ രീതിയിൽ ആസ്വദിക്കാറൊക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ ദേവകി അമ്മയ്ക്കും ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചും ഭഗവാന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ കേൾവി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഭഗവാനെ പറ്റി കേൾക്കുമ്പോഴും തൻ്റെ പുത്രനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ആ ഒരു ബാലലീലകള് ആസ്വദിക്കാനുള്ള കൊതി ദേവകി അമ്മയുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അത് ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ദേവകി അമ്മയുടെ മനസ്സിൽ എന്നും എപ്പോഴും ഉണ്ടായിരുന്നു. യശോദാമ്മ സെമന്ത പഞ്ചകത്തിൽ വെച്ചിട്ട് കൃഷ്ണന്റെ ബാലലീലകള്, ആ ബാല്യകാലത്തിലുള്ള ഭഗവാന്റെ എല്ലാ അത്ഭുത കഥകളും ലീലകളും കുസൃതികളൊക്കെ ദേവകി അമ്മയ്ക്ക് എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിറ കണ്ണുകളോടുകൂടിയാണ് ദേവകി അമ്മ അതൊക്കെ കേൾക്കുന്നത്. അതായത് തനിക്കതൊക്കെ നഷ്ടമായി പോയല്ലോ എന്നുള്ള ഒരു വിഷമം ദേവകി അമ്മയുടെ മനസ്സിൽ അലയടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ദേവകി അമ്മയുടെ മനസ്സിൽ തീക്ഷ്ണമായിട്ട് ഉള്ളൊരു മോഹം ഉണ്ടാവുകയാണ്. ഭഗവാന്റെ ആ ബാല്യകാല ലീലകള്, ആ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് ഭഗവാന്റെ കുസൃതിയും കുറുമ്പുകളും ലീലകളും അത്ഭുതങ്ങളൊക്കെ ഒന്ന് കാണണം, ആസ്വദിക്കണം, അനുഭവിക്കണം എന്നുള്ള ഭാഗ്യം വേണം എന്ന് ദേവകി അമ്മയുടെ മനസ്സിൽ വളരെയധികം തീക്ഷ്ണമായിട്ട് തന്നെ ആ ഒരു മോഹം തോന്നുകയാണ്. അങ്ങനെ ദേവകി അമ്മയ്ക്ക് ആ വിഷമം സഹിക്കാൻ വയ്യാതെ തൻ്റെ പുത്രനോട് ആ വിഷമം ഇങ്ങനെ പറയുകയാണ്. എന്താണ് ദേവകി അമ്മ പറയുന്നത്? കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടോലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടോലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ, ഒന്നൂടി ആടൂലേ എന്ന് ദേവകി അമ്മ ചോദിക്കുകയാണ്. കണ്ണാ നീ ആടിയ ലീലകള് ഒന്നുകൂടെ എനിക്ക് വേണ്ടി ഒന്നും കൂടെ ലീലകൾ ആട് കണ്ണാ എന്ന് ദേവകി അമ്മ പറയുകയാണ്. അങ്ങനെ ദേവകി അമ്മയുടെ ആ വിഷമം മനസ്സിലാക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകി അമ്മയ്ക്ക് തൻ്റെ യോഗമായയിലൂടെ തൻ്റെ ബാല്യകാല ലീലകളെല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കുകയാണ്. അതായത് താൻ കാണിച്ച അത്ഭുതങ്ങളും താൻ കാണിച്ച ലീലാവിലാസങ്ങള് പറഞ്ഞാലും തീരാത്ത, അതായത് അനുഭവിക്കാനുള്ള ഭാഗ്യം വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ആ ലീലാവിലാസങ്ങൾ അനുഭവിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ദേവകി അമ്മയ്ക്കും കൂടെ ഭഗവാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ യോഗസിദ്ധിയിലൂടെ ദേവകി അമ്മ ആ കൃഷ്ണനെ, കുഞ്ഞുണ്ണി കണ്ണനെ എടുക്കുന്നു, കോരി എടുക്കുന്നു, താലോലിക്കുന്നു, കൊഞ്ചുന്നു, മാത്രമല്ല വെണ്ണ കടയുന്നു, അത് സേവിക്കാനായിട്ട് കൊടുക്കുന്നു. നമ്മുടെ ഉണ്ണിക്കണ്ണനാവട്ടെ വെണ്ണ കട്ടെടുത്ത് ഓടി പോകുന്നു, അതേപോലെ കെട്ടിയിടുന്നു, അടി വെച്ച് കൊടുക്കുന്നു. അങ്ങനെ യശോദാമ്മ ചെയ്ത എല്ലാ ലീലകളും, യശോദാമ്മയും ഉണ്ണിക്കണ്ണനും കൂടെ ചെയ്ത എല്ലാ ലീലകളും ഒന്നുകൂടെ അവിടെ ഭഗവാന്റെ യോഗസിദ്ധിയിലൂടെ ദേവകി അമ്മയ്ക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ്. ഭഗവാൻ വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത് അല്ലെ. അപ്പോൾ അവിടെ ദേവകി അമ്മ ഇത് ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്
സമയത്താണ് അവിടെ ആരാണ് കടന്നു വരുന്നത്? രുക്മിണി ദേവി കടന്നു വരികയാണ്. അങ്ങനെ ഇത് കാണുന്ന രുക്മിണി ദേവിക്ക് വലിയ സന്തോഷമാവുകയാണ്. അതായത് തൻ്റെ പതിയുടെ ഈ ബാലരൂപം, അതായത് ദേവകി അമ്മയായിട്ട് ബാലലീലകൾ ആടുന്ന ഈ ഒരു രൂപം കാണുമ്പോൾ രുക്മിണിക്ക് ഏറെ സന്തോഷമാവുകയാണ്. അങ്ങനെ രുക്മിണിയുടെ മനസ്സിൽ ആഗ്രഹം തോന്നുകയാണ്. അതായത് ഭഗവാന്റെ ഈ ബാലരൂപത്തെ പൂജിക്കണം എന്ന് ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെ ദേവകി അമ്മയുടെ കൂടെ ഇങ്ങനെ ബാലലീലകൾ ആടുന്ന ഭഗവാന്റെ ആ രൂപം രുക്മിണി ദേവി ഒരു കല്ലില് ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ രുക്മിണി ദേവി ഭഗവാന്റെ ഈ ഒരു ഗോപാല രൂപത്തിലുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി എടുക്കുകയാണ് ദേവി. എന്നിട്ട് ദേവിയുടെ പൂജാമുറിയിൽ വെച്ച് ആ വിഗ്രഹത്തെ പൂജിക്കുന്നുമുണ്ട്. അങ്ങനെ കാലാന്തരങ്ങളോളം കഴിഞ്ഞു. ഭഗവാന്റെ സ്വർഗാരോഹണമൊക്കെ സംഭവിച്ചതിന് ശേഷം ദേവി പിന്നീട് ഈ വിഗ്രഹം അർജുനനെ ഏൽപ്പിക്കുകയാണ്. അതായത് വളരെ അമൂല്യമായി സൂക്ഷിക്കാനായിട്ട് ഈ ഒരു വിഗ്രഹത്തെ ദേവി അർജുനനെ ഏൽപ്പിക്കുകയാണ്. ഈ ഏൽപ്പിക്കുന്ന സ്ഥലത്തെ രുക്മിണി വനം എന്ന് ഇന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിലും വർഷങ്ങളെല്ലാം കഴിഞ്ഞു. ഈ പഞ്ചപാണ്ഡവരുടെ ഒക്കെ സ്വർഗാരോഹണം സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വിഗ്രഹം കുറേ ഗോപീ ചന്ദനങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് പോയിരിക്കുകയാണ്. അതായത് ഈ വിഗ്രഹത്തിന്റെ മുഴുവനും ഗോപീ ചന്ദനം കൊണ്ട് മൂടി ആ വിഗ്രഹം അങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ മുന്നേ തന്നെ ദ്വാരക വെള്ളത്തിനടിയിലായി ഈ പഞ്ചപാണ്ഡവരുടെയും ദ്രൗപദിയുടെയും ഒക്കെ സ്വർഗാരോഹണം ഒക്കെ സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു വിഗ്രഹം ഈ ഗോപീ ചന്ദനത്തിന്റെ ഉള്ളിൽ മൂടപ്പെട്ടു പോയത്. ഈ വളരെ വളരെ വർഷങ്ങൾ കഴിഞ്ഞു. വിസ്മൃതിയിൽ ആണ്ടുപോയ ഈ ഒരു ഭഗവാന്റെ വിഗ്രഹത്തെ തൻ്റെ ഭക്തി കൊണ്ട് തൊട്ടുണർത്തുന്ന ആരാണ്? ഭഗവാന്റെ പരമഭക്തനായ വിശിഷ്ട അദ്വൈത പ്രചാരകനായ മാധവാചാര്യാണ്. അദ്ദേഹത്തിന്റെ കരങ്ങളാലാണ് ഈ ഒരു കാര്യം നടപ്പിലാക്കപ്പെടുന്നത്. അങ്ങനെ ശ്രീ മാധവാചാര്യയുടെ കയ്യിലെത്തുന്ന ഈ ഭഗവാന്റെ വിഗ്രഹത്തെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത് ഉടുപ്പിയിലാണ്. അതായത് നമ്മുടെ ഭാരതത്തിന്റെ പടിഞ്ഞാറേ കരയിലുള്ള കർണാടകത്തിലെ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർമ്മിച്ച് ആ ക്ഷേത്രത്തിലാണ് ഈ വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. കർണാടകത്തില് ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് ഭഗവാന്റെ ഗോപാല രൂപത്തിലുള്ള വിഗ്രഹമാണ് ഉള്ളത്. ആ വിഗ്രഹം ദ്വാപര യുഗത്തില് രുക്മിണി ദേവി പൂജിച്ചിരുന്ന വിഗ്രഹമാണത്. അപ്പൊ ഇന്നും നമുക്ക് അവിടെ പോയാൽ ആ വിഗ്രഹം കാണാനായിട്ട് സാധിക്കും. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഉള്ളില് ഗോവശാലയൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. വളരെയധികം മനോഹരമായിട്ടുള്ള അന്തരീക്ഷം ഉളവാക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ ഇതാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമിയുടെ കഥ. ഇനി എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഈ വിഗ്രഹം എത്തിയത്? അതെങ്ങനെയാണ് മാധവാചാര്യർ കൊണ്ടുവന്ന് വെച്ചത്, അല്ലെങ്കിൽ ആരാണ് മാധവാചാര്യർ എന്നുള്ള ഒരു കഥയാണ് അടുത്തതായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഉടുപ്പി എന്ന് പറയുന്ന ക്ഷേത്രത്തില്, അതായത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് പ്രതിഷ്ഠ നടത്തുന്നത് മാധവാചാര്യായിരുന്നു. പക്ഷേ അതിന് മുൻപായിട്ട് അവിടെ ആനന്ദേശ്വര ക്ഷേത്രവും ചന്ദ്രമൗലീശ്വര ക്ഷേത്രവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മെയിൻലി ശൈവ ആരാധന നടത്തുന്ന സ്ഥലമായിരുന്നു അത്. ഉടുപ്പി എന്ന് പറയുന്ന ആ സ്ഥലത്തിന് തന്നെ അർത്ഥമുണ്ട്. അതായത് ഭഗവാൻ മഹാദേവൻ ചന്ദ്രനെ തൻ്റെ ശിരസിൽ ചൂടി നിൽക്കുന്ന സ്ഥലം എന്നായിരുന്നു ഉടുപ്പി എന്ന് പറയുന്ന ആ സ്ഥലത്ത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വൈഷ്ണവ ആരാധന വളരെയധികം കമ്മിയായിരുന്നു, കുറവായിരുന്നു. അവിടെ ശൈവ ആരാധനയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. ഏകദേശം 13-ാം നൂറ്റാണ്ടിലാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. ഇനി മാധവാചാര്യയുടെ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെയധികം വർഷങ്ങൾക്ക് മുൻപായിട്ട്, അതായത് ഉടുപ്പിയിൽ നിന്ന് ഏതാനും മൈലുകൾക്ക് അപ്പുറമായിട്ട് ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തില് വൈഷ്ണവ ആരാധന നടത്തുന്ന ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു. ഈ ദമ്പതികളുടെ പേരായിരുന്നു മധ്യഗേഹഭട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയായ വേദവതിയും. അവർക്ക് വിവാഹം കഴിഞ്ഞ് കുറേ നാളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ദുഃഖം അവരെ വളരെയധികം വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവര് ഉടുപ്പിയിൽ വന്ന് ആനന്ദേശ്വര ക്ഷേത്രത്തിലും ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിലൊക്കെ വലിയ വലിയ ആരാധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാർത്ഥനകളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുത്രനെ ലഭിക്കാൻ വേണ്ടിയിട്ട്, അതായത് സന്താന ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രാർത്ഥനകളും പൂജയായി നടക്കുന്ന ദമ്പതികളായിരുന്നു മധ്യഗേഹഭട്ടും വേദവതിയും. അങ്ങനെ 12 വർഷം അവര് മക്കൾക്കായി കാത്തിരുന്നു. അതായത് ഒരു പുത്രഭാഗ്യത്തിനായിട്ട് അവര് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവര് ആനന്ദേശ്വര ക്ഷേത്രത്തില് ആരാധനയ്ക്കായിട്ട് വന്ന സമയത്താണ് ആനന്ദേശ്വര ക്ഷേത്രത്തിന്റെ പിറകിലുള്ള ഒരു വലിയ ഒരു കൊടിമരത്തിന്റെ
അടുത്തേക്ക് ഒരു ഭക്തൻ ഒരു വളരെയധികം വലിയൊരു ആനന്ദഭാവത്തിൽ ഒരു എക്സ്റ്റസി മൂഡിൽ ഇങ്ങനെ കയറി പോവുകയാണ്. അങ്ങനെ കയറിപ്പോയി അദ്ദേഹം ആ ഒരു ഭക്തിയുടെ ഏറ്റവും വലിയ പരമോന്നത പദവിയിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വായുദേവൻ ഈ ഒരു ഭൂമിയിൽ മനുഷ്യാവതാരം എടുക്കുന്നുണ്ട്. ആ വായുദേവൻ മനുഷ്യാവതാരം എടുക്കുന്ന പിറക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ഥലത്താണ് എന്ന് അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മധ്യഗേഹ ഭട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയായ വേദവതി. അപ്പൊ അങ്ങനെ മധ്യഗേഹ ഭട്ടിന്റെ മനസ്സിൽ തോന്നുകയാണ്, ഈ ജനിക്കുന്നത്, അതായത് ഒരു ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്ന ഈ വായുദേവൻ എൻ്റെ പുത്രനായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നല് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ തീക്ഷ്ണമായിട്ട് തന്നെ ഉണ്ടാവുകയാണ്. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന മധ്യഗേഹ ഭട്ട് ഭയങ്കരമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം ആഗ്രഹത്തോടു കൂടി വളരെയധികം ശക്തമായിട്ട് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അതായത് വായുദേവൻ ജനിക്കുന്നത്, ഭൂമിയിൽ ജനിക്കുന്നത് എൻ്റെ മകനായിട്ട് തന്നെ ജനിക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോട് വളരെ തീക്ഷ്ണമായിട്ട് തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാവുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പുത്രനാവട്ടെ വളർന്ന് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അതായത് വളരെയധികം തീക്ഷ്ണമായ ബുദ്ധി, അതായത് ഷാർപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു. ആ കുട്ടിക്ക് വാസുദേവൻ എന്ന് തന്നെയായിരുന്നു അദ്ദേഹം നാമകരണം ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് ഈ വാസുദേവൻ വേദങ്ങളും ജ്ഞാനങ്ങളും ഒക്കെ നേടുന്നുണ്ട്. വളരെയധികം സ്പീഡായിട്ടാണ് പഠിക്കുന്നത്, വളരെ ഷാർപ്പാണ്. അങ്ങനെ ഈ വേദങ്ങളൊക്കെ പഠിക്കാനായിട്ട് അച്യുതപ്രേക്ഷ എന്ന് പറയുന്ന ഒരു അദ്വൈത പ്രചാരകന്റെ അടുത്താണ് ഈ കുട്ടിയെ വിടുന്നത്. കുട്ടിയാണെങ്കിൽ ഒരു പ്രാവശ്യം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് വളരെയധികം പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ള പവർ ഈ കുട്ടിക്ക് നല്ലോണം ഉണ്ട്. അതായത് അത്രയും ഷാർപ്പാണ്. അച്യുതപ്രേക്ഷ എന്ന് പറയുന്നത് അദ്വൈത പ്രചാരകനായിരുന്നു. അതായത് 2 കാര്യമുണ്ട്, ദ്വൈതം അദ്വൈതം എന്ന് പറയും. അദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ്, അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്നതാണ് അദ്വൈതം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്നതാണ്. അതായത് ജീവാത്മാവും പരമാത്മാവും 2 ദിക്കിൽ നിൽക്കുന്ന, അതായത് രണ്ടായിട്ട് കാണുന്നതിനെയാണ് ദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. അദ്വൈത പ്രചാരകനായിരുന്നു അച്യുതപ്രേക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ശങ്കരാചാര്യരും അദ്വൈത പ്രചാരകനായിരുന്നു. അങ്ങനെ അച്യുതപ്രേക്ഷയുടെ താഴെ പഠിക്കുന്ന നമ്മുടെ ഈ വാസുദേവൻ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിക്ക് എല്ലാ വിദ്യകളും എല്ലാ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വാസുദേവന് ഒരു തോന്നൽ ഉണ്ടാവുകയാണ്, ഈ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. അതായത് ദ്വൈത സിദ്ധാന്തമാണ് ശരി. അതായത് ഭഗവാനും ഭക്തനും, അതായത് ജീവാത്മാവും പരമാത്മാവും രണ്ടും 2 തന്നെയാണ്. കാരണം ഈ ഭൂമിയിലുള്ള ജീവാത്മാവിന് ഒരു മോക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരമാത്മാവ് വേണം. അല്ലാതെ ജീവാത്മാവിന് ഒരിക്കലും സ്വന്തമായി മോക്ഷം നേടാനായിട്ട് സാധിക്കില്ല. നമ്മളെല്ലാം ജീവിക്കുന്ന ഈ ജീവാത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് പരമാത്മാവിൽ നിന്നാണ്. അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തിൽ തെറ്റാണ്, അദ്വൈത സിദ്ധാന്തം തെറ്റാണ്, അതിൽ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് ദ്വൈത സിദ്ധാന്തത്തെ എല്ലാവരിലും പ്രചരിപ്പിച്ച ഒരു ആളാണ് ആര്? വാസുദേവൻ. ദ്വൈത സിദ്ധാന്തത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് വാസുദേവൻ പറയുന്നത് എന്താണ്? അല്ല, നമ്മളിൽ ജീവാത്മാക്കളിൽ നിന്ന് ഒരു മോക്ഷം തരാനായിട്ട് ഏറ്റവും പരമാത്മാവായിട്ട് ഒരാളുണ്ട്, ഒരു ഗോഡുണ്ട്, ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ആളുണ്ട് എന്നതാണ് അച്യുതപ്രേക്ഷയോട്, അതായത് തൻ്റെ ഗുരുവിനോട് വാസുദേവൻ പറയുന്നത്. അതായത് എങ്ങനെയാണ് എപ്പോഴും ജീവാത്മാവും പരമാത്മാവും ഒന്നാവുന്നത് എന്നാണ് വാസുദേവൻ അച്യുതപ്രേക്ഷയായ തൻ്റെ ഗുരുവിനോട് പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്ന തൻ്റെ ശിഷ്യൻ്റെ ആശയങ്ങൾ, തൻ്റെ ശിഷ്യൻ പഠിച്ച ശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവരുന്ന ഐഡിയാസ് എല്ലാം കേൾക്കുന്ന അച്യുതപ്രേക്ഷയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ ഈ ആശയത്തോട് യോജിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് തൻ്റെ ശിഷ്യൻ പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് ഈ വാസുദേവൻ തന്നെയാണ് മാധവ ആചാരി എന്നുള്ളൊരു പേരിൽ ദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറിയത്, ഒരു ആചാര്യനായിട്ട് മാറുന്നത്. തുടർന്ന് ചെറിയ ചെറിയ അമ്പലങ്ങളിലും മാത്രമല്ല ഓരോരോ സഭയിലും എല്ലാം അദ്ദേഹം ഗീതയും എല്ലാം മറ്റ് പ്രാർത്ഥനകളും മാത്രമല്ല ഭഗവത് സന്ദേശങ്ങളും ദ്വൈത സിദ്ധാന്തങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു ആചാര്യനായിട്ട് മാറുകയാണ്.
സാധാരണ ജനങ്ങളിലേക്ക് ദ്വൈത സിദ്ധാന്തത്തിന്റെ അറിവുകൾ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആളാണ് മാധവാചാരി എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവജാലങ്ങൾക്കും ജീവചരാചരങ്ങൾക്കും ഭക്തിയിലൂടെ മാത്രമേ, അതായത് ഭഗവത് സ്മരണയിലൂടെ മാത്രമേ മോക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു വലിയ കാര്യം ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് ആർക്കും ഭഗവാനാവാനായിട്ട് സാധിക്കില്ല. അതായത് ഭഗവാൻ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പവർ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭക്തിയിലൂടെ മാത്രമേ ആ ഒരു വലിയ പവറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അതായത് മോക്ഷത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് ഉറക്കെ ഈ ഒരു പ്രപഞ്ചത്തിനോട്, സാധാരണ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ, അവരിലെ പഠിപ്പിച്ച് അവരിലേക്ക് എത്തിച്ച ഒരു ആളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മാധവാചാരിയായിട്ട് മാറുന്നത്. ജനങ്ങൾ അവരെ അങ്ങനെയാണ് മാധവാചാരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. മാധവാചാര്യരും ശിഷ്യന്മാരും വളരെ സ്വാഭാവികമായിട്ടൊക്കെ എപ്പോഴും മാൽപേ കടൽ തീരത്ത് പോവാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അവര് വളരെ വലിയ വലിയ തത്വങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാറുള്ളതും സംവാദങ്ങളിൽ ഏർപ്പെടാറുള്ളതും സംശയങ്ങൾ തീർത്തു കൊടുക്കാറുള്ളതും ശിഷ്യന്മാരുടെ ഒക്കെ അവിടെ വെച്ചായിരുന്നു. വളരെ ശാന്തമായ പ്രദേശമായിരുന്നു. അതായത് ഉടുപ്പിക്ക് വളരെ സമീപമായിട്ടുള്ളൊരു പ്രദേശമാണ്. അങ്ങനെ ഒരിക്കല് ഈ ഒരു കടലോരത്ത് ഇരിക്കുന്ന സമയത്താണ് അവിടെ ദൂരെ നിന്ന് ഒരു കപ്പല് വരുന്നതായിട്ട് കാണുന്നത്. പക്ഷേ കടലാവട്ടെ ഭയങ്കര പ്രക്ഷോഭമായിട്ട് ഇരിക്കുകയാണ്. വളരെയധികം വലിയ രീതിയിൽ കാറ്റും ഭീമാകാരമായിട്ടുള്ള തിരകളും ഒക്കെ വരുന്നുണ്ട്. വളരെ ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് കടല് നിൽക്കുന്നത്. അങ്ങനെ ആ കടലോരത്ത്, ആ കടലിൽ നിന്ന് തന്നെ വളരെ ഒരു വലിയ കപ്പല് ആടി ഒലഞ്ഞ് വളരെ ഒരു ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിലാണ് ഈ കപ്പല് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കപ്പലിലുള്ള ആൾക്കാരൊക്കെ വളരെ പ്രാണഭയം കൊണ്ട് വളരെയധികം നിലവിളിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് രക്ഷിക്കാനായിട്ട് ആൾക്കാരെ അറിയിക്കുകയാണ് ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് മാധവാചാര്യരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും. അദ്ദേഹം വളരെ സിദ്ധനാണല്ലോ, അതായത് യോഗിയാണ്. അദ്ദേഹത്തിന് ചെറിയ രീതിയിലും വലിയ രീതിയിലുമുള്ള മന്ത്രങ്ങളും സിദ്ധികളും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഉത്തരീയം അഴിച്ച് കുറെ സിദ്ധികൾ ഉപയോഗിച്ച് ഒരു മന്ത്രങ്ങളൊക്കെ ചൊല്ലി. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു കാറ്റും ആ ഒരു വളരെയധികം പ്രക്ഷോഭമായിരുന്ന ആ കടൽ വളരെയധികം ശാന്തമാവുകയും മാത്രമല്ല ആ ഒരു കപ്പലിനെ കരയ്ക്ക് അടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കാനായിട്ട് അദ്ദേഹം അങ്ങനെ സാധിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കപ്പല് കരയ്ക്ക് അടുക്കുന്നുണ്ട്. ആ കപ്പലിലുള്ള എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ കപ്പലിന്റെ ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു. ആ കപ്പിത്താൻ ഒരു മുസ്ലിം ആയിരുന്നു. അദ്ദേഹം മാധവാചാര്യരെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹമാണ് രക്ഷിച്ചത് എന്നും ഇദ്ദേഹം ഒരു യോഗിയാണ്, ഒരു സാധാരണ ഒരു ആളൊന്നും അല്ല. ഈ ഒരു സന്യാസി എന്ന് പറയുന്നത് വളരെ വലിയൊരു യോഗിയാണ്, വളരെ സിദ്ധികളൊക്കെ ഉള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതും കൂടെ മനസ്സിലായി, ഈ മാധവാചാരി സഹായിച്ചത് കൊണ്ടാണ് ഇവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് വലിയൊരു നന്ദി അർപ്പിക്കാനായിട്ട് ഈ ഒരു കപ്പിത്താൻ ഒരു നീക്കം നടത്തുകയാണ്. അദ്ദേഹം കപ്പലിൽ നിന്ന് ഇറങ്ങി മാധവാചാര്യയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് വളരെയധികം നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങയുടെ സിദ്ധി കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. അങ്ങ് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്ന് മാധവാചാര്യരോട് വളരെയധികം താഴ്മയോടുകൂടി ഒരു അപേക്ഷ നടത്തുന്നുണ്ട്. ഇവര് ഈ കപ്പലും ആ കപ്പലിനകത്ത് കുറെ ചരക്കുകളൊക്കെ ആയിട്ട് ഗുജറാത്തിൽ നിന്ന് വരികയാണ്. അതായത് ഭാരതത്തിന്റെ തെക്കേ സൈഡിലേക്ക്, അതായത് തെക്കേ അറ്റത്തിലേക്ക് വരികയാണ്. ഗുജറാത്തിൽ നിന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ വളരെയധികം ഭാരമുള്ള ഒരു കപ്പൽ തന്നെയായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കപ്പലിൽ നിന്ന് ഇറങ്ങി മാധവാചാര്യരുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം അങ്ങ് സ്വീകരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ മാധവാചാര്യർ പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, അവിടെയാണ് നമ്മളെല്ലാം അർപ്പിക്കേണ്ടത്, എനിക്കല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പറഞ്ഞിട്ടും ഇവരാരും സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണം എന്ന് മാധവാചാര്യരോട് ഇങ്ങനെ വളരെയധികം നിർബന്ധിക്കുകയാണ്. അപ്പം മാധവാചാര്യർ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഇത് ഇത്രയും വലിയൊരു കപ്പലല്ലേ, ഞാൻ ഈ ഒരു കപ്പൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്കപ്പോൾ ഈ കപ്പലിൻ്റെ ഉൾവശവും എല്ലാ ഭാഗവും ഒന്ന് എനിക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ട്, അത് മാത്രം ഒന്ന് സാധിച്ചു തന്നാൽ മതി എന്ന് മാധവാചാര്യർ ഈ ഒരു കപ്പിത്താനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ കപ്പലിൻ്റെ ഉൾവശമൊക്കെ കാണുന്ന മാധവാചാര്യരുടെ കണ്ണിൽ ഒരു കാര്യം കാണുകയാണ്. അതായത് ഈ കപ്പലിൻ്റെ ഉള്ളിൽ ഒരു വലിയ കൂന, ഒരു ഗോപീചന്ദനത്തിൻ്റെ വലിയൊരു കൂന തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോപീചന്ദനം എന്ന് പറഞ്ഞാൽ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം കുളി കഴിഞ്ഞാൽ 13 സ്ഥലങ്ങളിലായി ഇവർക്ക് ഗോപീചന്ദനം അർപ്പിക്കണം. അതായത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി, ഓം കേശവായ നമഃ, ഓം മാധവായ നമഃ, അങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലി 13 സ്ഥലങ്ങളിൽ ഇവർക്ക് ഗോപീചന്ദനം അർപ്പിക്കണം. അപ്പോൾ ശരീരത്ത്
അപ്പോൾ ഇത് വൈഷ്ണവരെ സംബന്ധിച്ച് വളരെയധികം അമൂല്യമായ ഒരു കാര്യമാണ്. അപ്പോൾ മാധവാചാര്യർ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഗോപീചന്ദനം ഞങ്ങളെടുത്തോട്ടെ, കാരണം ഞങ്ങൾ വൈഷ്ണവർക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നെടുത്തോട്ടെ എന്ന് വളരെ താഴ്മയായിട്ട് അവരോടൊന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഓ എടുത്തോളൂ, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും ഞങ്ങൾക്ക് ഇത് തരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഗോപീചന്ദനം വളരെയധികം ഭാരമുണ്ട്, അതുകൊണ്ടായിരിക്കും, ഒരുപക്ഷെ ഇതിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കാം, ഞങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റ് കാരണം കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് കപ്പൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അങ്ങ് ഇത് വളരെയധികം താഴ്മയോടുകൂടി ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവർ കപ്പിത്താൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ഒരു ഗോപീചന്ദനത്തിന്റെ വലിയൊരു കൂന ആർക്ക് കൊടുക്കുകയാണ്? മാധവാചാര്യർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഗോപീചന്ദനത്തിന്റെ ഈ ഒരു കൂന എടുത്ത് അദ്ദേഹം ആ കപ്പിത്താനായ അദ്ദേഹം മാധവാചാര്യർക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, അത്രയേറെ ഭാരമാണിത്. അപ്പോൾ മാധവാചാര്യർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടി ഈ ഒരു ഗോപീചന്ദനത്തിന്റെ വലിയൊരു കൂന എടുത്ത് അവർ കപ്പലിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇരു കൂട്ടരും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് കപ്പലും കപ്പിത്താനും അവരുടെ യാത്ര തുടർന്നു. അങ്ങനെ ഈ ഒരു ഗോപീചന്ദനത്തിന്റെ വലിയൊരു കൂനയുമായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, അതായത് മാധവാചാര്യരുടെ ശിഷ്യന്മാര് ഇങ്ങനെ അവരുടെ യാത്ര തുടർന്നു. അങ്ങനെ കുറേ നേരം ഈ ഒരു കൂനയും ചുമന്നുള്ള യാത്രയിൽ ഈ കൂന വഴിയിൽ വെച്ച് പൊട്ടിപ്പോയി, ഇങ്ങനെ രണ്ടായി പിളർന്നു. ആ പിളർന്ന ഗോപീചന്ദനത്തിന്റെ കൂനയിൽ നിന്ന് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം, അതായത് ഗോപാല രൂപത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഈ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് ഈ വിഗ്രഹം താഴത്തേക്ക് വീഴുകയാണ്. അപ്പോൾ ഈ വിഗ്രഹം കാണുന്ന ശിഷ്യന്മാർക്കും മാധവാചാര്യർക്കൊക്കെ വളരെയധികം അത്ഭുതമാണ്. ഈ ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഈ വിഗ്രഹം താഴത്തുനിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ വിഗ്രഹം ആവട്ടെ അനങ്ങുന്നില്ല, അതവിടെ വീണ് അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണ്. കുറേ നേരം ഈ ശിഷ്യന്മാർ ശ്രമിക്കുന്നുണ്ട് ഈ വിഗ്രഹം എടുക്കാനായിട്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ ഒടുവില് ഭഗവാന്റെ പരമഭക്തനായ മാധവാചാര്യർ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ആ വിഗ്രഹം എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ വിഗ്രഹം അനങ്ങാനുള്ള ഒരു വില്ലിങ്നെസ്, ഒരു താല്പര്യം അപ്പോഴാണ് അത് കാണിക്കുന്നത്. മെല്ലെ വളരെയധികം ഭക്തി അതിൽ അർപ്പിച്ച് ഭഗവാന്റെ രൂപം അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന മാധവാചാര്യർ ആ വിഗ്രഹം മെല്ലെ ഭൂമിയിൽ നിന്ന് ഉയർത്തി തൻ്റെ കരങ്ങളിലേക്ക് പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാധവാചാര്യരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എല്ലാവരും ചേർന്ന് ഈ ഒരു ഭഗവാന്റെ വിഗ്രഹം മെല്ലെ ഉയർത്തി അവിടെ ഉടുപ്പിയിലുള്ള ആനന്ദേശ്വര ക്ഷേത്രത്തിലെ ഒരു വലിയൊരു ടാങ്ക് പോലെ, പണ്ടൊക്കെ ചെറിയ ചെറിയ കിണറുകളുണ്ട്, ആ കിണറിലിട്ട് ഈ ഒരു വിഗ്രഹം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി അതിലുള്ള പൊടികളും ഗോപീചന്ദനത്തിന്റെ ഭാഗങ്ങളൊക്കെ തട്ടിക്കളഞ്ഞ് അതിനെ നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കും. അപ്പോഴാണ് വലിയ ചൈതന്യത്തോടു കൂടിയുള്ള ഭഗവാന്റെ ആ ഗോപാല വിഗ്രഹം നല്ല ഭംഗിയുള്ളൊരു വിഗ്രഹമായിട്ട് മാറുന്നത്. ആ വിഗ്രഹമാണ് രുക്മിണി ദേവി ദ്വാപര യുഗത്തില് പൂജിച്ചത്. അതായത് രുക്മിണി ദേവിയുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ആ വിഗ്രഹം, രുക്മിണി ദേവിയുടെ പൂജാമുറിയിലിരുന്ന രുക്മിണി ദേവി പൂജിച്ച ആ വിഗ്രഹമാണ് അന്നേ ദിവസം അവർക്ക് ഗോപീചന്ദനം കൊണ്ട് മൂടപ്പെട്ട് ഇന്നത് മാധവാചാര്യരുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നത്. മാധവാചാര്യരുടെ വളരെ വലിയ നാളത്തെ ആഗ്രഹമായിരുന്നു ശ്രീകൃഷ്ണ സ്വാമിയുടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന്. അവിടെ ഒരു ക്ഷേത്ര ആരാധന, കൃഷ്ണ ആരാധന എല്ലാവരുടെയും അത് സ്പ്രെഡ് ചെയ്യണം, അതായത് കൃഷ്ണ കോൺഷ്യസ്നസ് സ്പ്രെഡ് ചെയ്യണം എന്നുള്ളത് മാധവാചാര്യരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഉടുപ്പിയിൽ ആനന്ദേശ്വര ക്ഷേത്രത്തിനെ കുറച്ച് സമീപമായിട്ട് തന്നെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ ഈ ഒരു വിഗ്രഹം, അതായത് രുക്മിണി ദേവി പൂജിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വിഗ്രഹം, മാധവാചാര്യരുടെ കയ്യിൽ ലഭിച്ച ആ വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വളരെ നാളത്തെ ആഗ്രഹം അവിടെ സഫലീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാധവാചാര്യർ അന്ന് അവിടെ ഭഗവാന്റെ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചതിന് ശേഷം എല്ലാ പൂജാവിധികളും ആ ഒരു അമ്പലത്തെ സംബന്ധിച്ചുള്ള എല്ലാ പൂജാ രീതികളും ആ അമ്പലത്തിന്റെ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് മാധവാചാര്യരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിരുന്നു. തുടർന്ന് ഇന്നും മാധവാചാര്യരുടെ ശിഷ്യന്മാരുടെ പിൻഗാമികളാണ് ഇന്നും ആ ക്ഷേത്രത്തിലെ പൂജകളും കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെയും ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമിയുടെയും കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമെങ്കിൽ ഉടുപ്പിയിൽ പോയി ഭഗവാനെ നേരിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതായത് ആ രുക്മിണി ദേവി ദ്വാപരയുഗത്തിൽ വെച്ച് പൂജിച്ച ആ വിഗ്രഹമാണ് ഇന്ന് നമുക്ക് ഉടുപ്പിയിൽ കാണാനായിട്ട് ദർശനം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റെല്ലാവരിലേക്കും എത്തിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ജയ് ശ്രീകൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു.